സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചീത്ത പറയാനല്ല, അത്തരത്തിൽ ഒരു സദസ്സിനെയും കണ്ടുകൂടാത്തവരല്ലേ ബിദ്അത്തുകാർ. അല്ലാഹുവിന്റെ ഹബീബിനെ തീരെ ഇഷ്ടം വെക്കാത്തവരല്ലേ. നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് ലോകത്ത് പറഞ്ഞവരാരാ? ക്രൈസ്തവൻ പറഞ്ഞിട്ടില്ല, ഹൈന്ദവൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞവരാരാ? ബിദ്അത്തുകാരല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനെ പോലെ ജീവിച്ചു, സാധാരണ ജീവിതം നയിച്ചു, സാധാരണക്കാരനെ പോലെ മരണപ്പെട്ടുപോയി എന്ന് എഴുതി വെച്ചതും പഠിപ്പിച്ചതും ബിദ്അത്തുകാരല്ലേ. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് ഹുബ്ബല്ല, ബുഗ്ളാണ്, ദേഷ്യമാണ്. നബിതങ്ങളെ മൂജിദത്ത് സമ്മതിക്കാൻ കഴിയാത്തത്, ആ അസാധാരണത്വം സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണോ? അല്ല. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റമുണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ മാറ്റമുണ്ട്. അവിടുത്തെ കണ്ണും നമ്മുടെ കണ്ണും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കണ്ണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണ്ണാണ്, നമ്മളെ കണ്ണ് സാധാരണ കണ്ണാണ് എന്ന അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിന്റെ സൗന്ദര്യം അതൊന്ന് വേറെയാണ്. മലക്കിനെ കാണാനുള്ള കണ്ണല്ലേ അവിടുത്തെ കണ്ണ്. സ്വഹാബിമാര് 1,00,000 ആളുകൾ കൂടി നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മുന്നിൽ വന്ന് സംസാരിക്കുന്നത് അവര് കേൾക്കുന്നുണ്ടോ? അവര് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോ അത് കാണാനുള്ള കണ്ണ് നബിതങ്ങൾക്കില്ലേ? അതൊരു സാധാരണ കണ്ണല്ല. അപ്പറയുന്നത് കേൾക്കാനും ആ ഭാഷ സ്വീകരിക്കാനും അത് കൈമാറാനുമുള്ള കഴിവില്ലേ? അതൊരു സാധാരണ ഖൽബല്ല. ആ കൽബിനും ആ കണ്ണിനും ഒരുപാട് മാറ്റങ്ങളുണ്ട്. നബിതങ്ങളെ കൽബും നമ്മളെ കൽബും സാധാരണ കൽബാണോ? അല്ല. ലോകത്തൊരാളും അങ്ങനെ പറയാൻ പാടില്ല. എന്തേ? കാരണം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാർന്ന കൽബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളിലെ ഏറ്റവും മഹത്വമുള്ള കൽബ് ഏതാണ്? നബിതങ്ങളെ കൽബാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു ഒരു കിതാബ്, അള്ളാന്റെ ഒരു കിതാബ് ഒരു നബിന്റെ കൽബിലേക്ക് അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നബിന്റെ കൽബിലേക്കാണ്. ഖുർആൻ ഒരു കോപ്പിയായിട്ടല്ല കൊടുത്തതല്ല. ഇഞ്ചീൽ അല്ല കോപ്പിയിലാ കൊടുത്തത്, തൗറാത്ത് പലകയിലാ കൊടുത്തത്, സബൂർ ഏടിലാ കൊടുത്തത്. ഖുർആൻ ഒരു കിതാബിതാ ഓതിക്കോളൂ എന്ന് പറഞ്ഞതല്ല. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. ഖുർആനുമായിട്ട് ഇറങ്ങി വന്നു ജിബ്രീൽ അലൈഹിസ്സലാം. കൽബിലേക്കല്ലേ പകർന്നു കൊടുത്തത്. 23 വർഷക്കാലം കൊണ്ട് കൽബിലേക്കാണ് ഖുർആൻ കൊടുത്തത്. ഒരു പേജായി കൊടുത്തതല്ല, ഒരു കോപ്പിയായി കൊടുത്തതല്ല. ഖുർആൻ മൊത്തം സ്വീകരിച്ച കൽബ്. ആ കൽബ് എങ്ങനെ സാധാരണ കൽബാകുക? മറ്റു നബിമാർക്കൊക്കെ അല്ലാഹു തആല ഏടും കിതാബൊക്കെ പലകയിലും ഏടിലും കൊടുത്തിട്ട് അത് ഓതി കൊടുക്കാൻ പറഞ്ഞതാ. ഖുർആൻ അങ്ങനല്ല. ഖുർആൻ ഒരു കോപ്പിയിലായിട്ട് വരുന്നത് തന്നെ എപ്പോഴാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഖുർആൻ ഹാഫിലിങ്ങൾ ഇങ്ങനെ തീർന്നു പോകുമ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇത് നമ്മൾ 2 ചട്ടക്കൂട്ടിലാക്കി ഒരുമിച്ച് കൂട്ടിയാൽ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചു. ആദ്യമായി ഖുർആൻ ക്രോഡീകരണം നടന്നു. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലേക്കല്ലേ അല്ല കൊടുത്തത്. ഒരു ഏടിൽ കൊടുത്താ പിന്നെ ഏടം കൊടുത്താ പോരെ? അങ്ങനല്ല. ആ കൽബിന്റെ സൗന്ദര്യമാണ്. ആ കൽബിന് ഒരു മിനിറ്റ് പോലും, ആ കൽബിന് ഒരു സെക്കൻഡ് പോലും ഉറക്കമില്ല. ലാ തുൻകിരിൽ വഹ്യ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. 2 കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിന് 24 മണിക്കൂറും ഉണർവാണ്. അതിന് ഉറക്കമില്ല. നമ്മൾ ഉറങ്ങിയാൽ കട്ടിലും ഉറങ്ങും, കട്ടില് താഴെ വെച്ച ഭൂമി ഉറങ്ങും.
കട്ടിൽ അടുക്കടുത്ത് കൊണ്ടുപോയിട്ട് റോട്ടിൽ വെച്ച് ആരും അറിയും? ഒന്നും അറിയില്ല. ചില ആൾക്കാർ വെള്ളത്ത് കൊണ്ടുപോയിട്ടാലും അറിയില്ല. അങ്ങനെയുള്ള ഉറക്കം എല്ലാം ഉറങ്ങും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബറങ്ങൂല, കണ്ണുറങ്ങിയാലും കൽബറങ്ങൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, തങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ കിടന്നിട്ട് അങ്ങനെ കണ്ണങ്ങനെ ചിമ്മിയിട്ട് ഉളൂ മുറിയുന്ന ഒരവസ്ഥ അല്ല. കാരണം ഇവിടെ ഉളൂ മുറിയുന്ന ഉറക്കം എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങണ്ടേ? വകതിരിവ് നീങ്ങൂലല്ലോ. വകതിരിവിടെ നീങ്ങൂലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിത്ർ നിസ്കാരം നബി തങ്ങൾ 11 റക്അത്ത് നിസ്കരിക്കും എല്ലാ ദിവസവും. ഒരു ദിവസം രാത്രി 10 റക്അത്ത് നിസ്കരിച്ച് നബി തങ്ങൾ ഒന്നിങ്ങനെ കിടന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പതുക്കെ വന്നിട്ട് ഒന്നിങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, ഒന്നിങ്ങനെ വിളിച്ചിട്ട്, നബിയെ തനാമു ഖബല അൻ തൂത്തിറ, ഒരു റക്അത്തോടെ നിസ്കരിക്കുന്ന മുമ്പ് തങ്ങൾ ഉറങ്ങാണോ? ഒന്നുകൂടി നിസ്കരിക്കാല്ലേ നബിയെ, ഒന്നുകൂടി നിസ്കരിക്കാല്ലേ? അപ്പൊ ആയിഷ പേടിക്കണ്ട, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണുറങ്ങും എന്റെ കൽബുറങ്ങൂല. ഉളു മുറിയുന്നു, പേടി വേണ്ട, ഞാനൊന്ന് വിശ്രമത്തിന് വേണ്ടി കടന്നതാണ്. എത്ര വിശ്രമത്തിന് വേണ്ടി കടന്നാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിന്റെ ഒരു സവാല് കൊണ്ട് തമ്മീസ് നീങ്ങുന്ന, വകതിരിവ് നീങ്ങുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ കൊണ്ട് ഉളു മുറിയുന്ന അവസ്ഥയില്ല. മറ്റവസ്ഥ ഉണ്ടാകും, ഭാര്യയെ തൊട്ടിട്ട് ഉളു മുറിയും, മൂത്രമൊഴിച്ചിട്ട് അതുപോലെ തന്നെ വിസർജിച്ചിട്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ എന്താണ്ടത്, നമ്മളൊന്ന് ഉറങ്ങിയാ ഉളു എടുക്കന്നെ വേണ്ടി വരും. എത്ര പെട്ടെന്ന് ആ തമ്മീസ് നീങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ആളുകൾ പറയും 1 മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴേക്കിന് കൂർക്കം വലി തുടങ്ങി. വിമാനത്തിലൊക്കെ കയറിയാൽ ചിലപ്പോൾ തലേന്നും തീരെ ഉറങ്ങാത്ത ആൾക്കാരുണ്ടാവും പല ഷോയിലായിട്ട്. വിമാനത്തിൽ കയറിയാൽ ചിലപ്പം പേടിയാവും. വിമാനത്തിന്റെ ഒച്ചല്ല കൂടുതലും കേൾക്കുക, കൂർക്കമ്പലിന്റെ ഒച്ച കേൾക്കുക. നല്ല റാഹത്തിൽ എ സിയിലല്ലേ സുഖമായിട്ട് ഇങ്ങനെ നല്ല ഒച്ച ഇങ്ങനെ വരും. 1 മിനിറ്റ് ആയിട്ടുള്ളൂ. വിമാനം ഇങ്ങനെ പൊന്തിങ്ങനെ മേലെത്തുമ്പോഴേക്കും 1-2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഉറങ്ങിപ്പോയി. ബുദ്ധിന്റെ എല്ലാ വകതിരിവും നീങ്ങിപ്പോയി. നമ്മളോർക്കങ്ങനെ, നമ്മളെ കൽബങ്ങനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് നോക്ക് നിങ്ങൾ. അവിടുത്തെ കൈയിന്റെ പരിശുദ്ധി പറഞ്ഞാ തീരുമോ? അവിടുത്തെ കാലിന്റെ പരിശുദ്ധി പറഞ്ഞാ തീരുമോ? കൈ രണ്ടൊന്നും ഇങ്ങനെ കൂട്ടിച്ചേക്കണില്ല. കൈ രണ്ടൊന്നും കൂട്ടിച്ച ചൂടാ തണുപ്പാ? ചൂടല്ലേ? അതെന്നെ മാറ്റം. തങ്ങൾ കൈ രണ്ടും ഇങ്ങനെ വെച്ചാൽ തണുപ്പാണ്. കാലിന്റെ അടി ഒന്ന് തൊട്ടു നോക്കൂ, ചൂടാണ്. അവിടുത്തെ കാലിന്റെ അടിക്ക് തണുപ്പാൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, ഞാൻ ഒരു അടിമയെ കിട്ടാൻ വേണ്ടി നബി തങ്ങളെ വീട്ടിൽ പോയി നോക്കുമ്പോ നബി തങ്ങൾ അവിടെ ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് അവിടെ ഉള്ളത്. ആയിഷ ബീവി ചോദിച്ചു, എന്തേ വന്നത്? നബി തങ്ങളെ കാണാൻ വന്നതാണ്. തിരിച്ചു സലാം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. വിഷയമൊന്നും പറഞ്ഞില്ല. അന്ന് കുറച്ച് വൈകിട്ടാ നബി തങ്ങൾ വീട്ടിലെത്തിയത്. ഫാത്തിമ മോൾ ഇവിടെ വന്നിരുന്നു. എന്തിനാ വന്നത്? കാര്യം പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ഇറങ്ങി. രാവിലെയാകാൻ കാത്തു നിന്നില്ല. ഫാത്തിമ ബീവിയോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിന്റെ ഹുബ്ബ് അങ്ങനെയാ. രാവിലെയാകാനും പിറ്റേന്നാകാനും കാത്തു നിന്നില്ല. ഉടനെ പോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിലേക്ക്. പുറത്ത് എത്തിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന റൂമിൽ നിന്ന് അലിയാർ തങ്ങളോട് പറയുന്നുണ്ട്, അതാ ഉപ്പ വന്നിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി എന്നറിയോ? സുഗന്ധം കൊണ്ട് മനസ്സിലായതാ. സുഗന്ധമൊന്നും തേച്ചിട്ടില്ലെങ്കിലും നബിതങ്ങളെ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങുമ്പോഴേക്ക് ഫാത്തിമ ബീവി വീട്ടിൽ വെച്ച് വാസനിച്ചോയി. അവിടുത്തെ ശരീരത്തിന്റെ വേറിട്ട സൗന്ദര്യമാ. ഫാത്തിമ ബീവി സംസാരിച്ചിട്ട് രണ്ടുപേരും എണീക്കാൻ വേണ്ടി പോകുമ്പോ നബിതങ്ങൾ പറഞ്ഞു, മക്കാനക്കുമാ, അവിടെ തന്നെ കിടന്നോളൂ, ഞാൻ അങ്ങോട്ട് വരാം. എഴുന്നേൽക്കാൻ നബി തങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ കിടന്നതല്ലേ, കിടന്ന ആൾക്കാർ അവിടെ തന്നെ കിടന്നോളൂ. അവരെ ഇടയിലങ്ങ് പോയിരുന്നു. ഇപ്പുറത്ത് മരുമകൻ കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് മകള് കിടക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് മരുമക്കളെ കൂടെ ഭക്ഷണം കഴിക്കാൻ തന്നെ വലിയ ബഹുമാനത്തിന്റെ പേടിയാണ്, അതുകൊണ്ട് മടിയാണ്. ചില നാട്ടിലൊക്കെ നമ്മൾ പോയാല് അമ്മോശങ്കാക്കാരെ തിരിയിട്ട് തെരഞ്ഞാലും കാണൂല. അപ്പൊ എന്താ, മരുമകൻ വീട്ടിൽ വന്നുകൊണ്ട് അമ്മോശങ്കാക്ക അടുക്കളയിലെത്തി. ഇനി മരുമകൻ പോയിട്ടേ വരൂ. സുബ്ഹാനല്ലാഹ്, അങ്ങനൊന്നും വേണ്ട. മരുമക്കൾ അങ്ങനെ കണ്ടാമൃഗങ്ങളൊന്നുമല്ല, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതല്ലേ മനസ്സിന്റെ സന്തോഷം. തങ്ങൾ രണ്ടുപേരുടെ ഇടയിലിരുന്നു. അവര് കിടക്ക. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കട്ടിൽമേൽ കിടക്കാണ്, അവിടെ ഇരുന്നു. ഫാത്തിമ ബീവി സംഭവം പറയുമ്പോ എപ്പോഴും പറയും, തങ്ങളങ്ങനെ ഇരുന്നപ്പോ ഒരു കാലിന്റെ പുറംഭാഗം എന്റെ പള്ളയിലേക്കാ വന്ന് തട്ടിയത്. ഹത്താ വജത്തു ബർദ ഖദമൈ, ആ കാലിന്റെ തണുപ്പ് ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അന്ന് ആ കാലിന്റെ കാൽപാദത്തിന്റെ തണുപ്പെന്റെ പള്ളയിൽ തട്ടിയപ്പോൾ വന്നൊരു തണുപ്പ്. നമ്മളെ കാല് എത്ര മരം കോച്ചുന്ന തണുപ്പാണെങ്കിൽ തൊട്ടു എന്താണ്ടാകുക? ചൂടാണ്ടാകുക.
ഇങ്ങനെ പറഞ്ഞാൽ മുഴുവനും എല്ലാ വിഷയത്തിലും അവിടുത്തേക്ക് അസാധാരണത്വമുണ്ട്. അങ്ങനെയാണ് തങ്ങളെ വിശ്വസിക്കേണ്ടത്. അതിനെതിരെ ലോകത്ത് പറഞ്ഞതും തിരുത്തിയതും ബിദ്അത്തുകാരാണ്. അവരോട് വിരോധം വെക്കൽ നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരു ബിദ്അത്തുകാരനോടും ചിരിക്കണ്ട, ഒരു ബിദ്അത്തുകാരനോടും സലാം പറയണ്ട, ഒരു ബിദ്അത്തുകാരനോടും നീ സൽക്കരിക്കണ്ട, ഒരു ബിദ്അത്തുകാരനോടും സപ്പോർട്ട് വേണ്ട. കാരണം ബിദ്അത്തുകാരനോട് ഒരാൾ ചിരിച്ചാൽ നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, അവന്റെ ഖൽബിൽ നിന്ന് ഈമാനാകുന്ന ഒളിവ് നൂറ് അല്ലാഹു ഊരിക്കളഞ്ഞു. ഒരു ബിദ്അത്തുകാരൻ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർക്കുന്നതിൽ അയാൾ സഹായിച്ചു.